ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. GQ ഫെസ്റ്റിന്റെ ഈ ധന്യമായ വേദിയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് പങ്കുവെക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. കുരുന്നുകളോട് അതിരറ്റ സ്നേഹമായിരുന്നു മുത്തുനബിക്ക്. ഒരിക്കൽ ഒരു പെരുന്നാൾ സുദിനത്തിൽ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ചാരത്തുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴാണ് കണ്ടത്. ഒരു കുട്ടി ഇതിലൊന്നും പങ്കുചേരാതെ നിരാശനായിരിക്കുന്നു. കാരുണ്യക്കടലായ മുത്തുനബി കുട്ടിയെ അടുത്ത് വിളിച്ച് കാരണം തേടി. കുരുന്ന് പറഞ്ഞു, നബിയേ, പുത്തനുടുപ്പില്ലാത്ത ഞാനെങ്ങനെ പുത്തനുടുപ്പുകളെ അണിഞ്ഞ ഇവരുമായി കൂട്ടുകൂടും? ഇത് കേട്ട് അലിയും ദയയും തോന്നിയ കരുണാസാഗരം മുത്തുനബി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുഭിക്ഷമായി ഭക്ഷിപ്പിച്ചതിന് പുറമെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. നോക്കുക അടുത്തെ കുരുന്നു സ്നേഹം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങന്മാർ പുന്നാര നബിയുടെ സ്നേഹപാത്രങ്ങളായിരുന്നു. അവരെ എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം നൽകൽ മുത്തുനബിയുടെ പതിവായിരുന്നു. മാത്രമല്ല, ചില സമയത്ത് സുജൂദ് ചെയ്യുന്ന മുത്തുനബിയുടെ ചുമലിൽ കയറി കളിക്കൽ അവരുടെ ഹോബിയായിരുന്നു. എന്തൊരു വാത്സല്യം! എന്നാൽ അവരെ ഇറക്കിവിടാതെ അവർ ഇറങ്ങുന്നത് വരെ സുജൂദ് നീട്ടുകയായിരുന്നു മുത്തുനബിയുടെ പതിവ്. എന്തൊരു വാത്സല്യമല്ലേ! കുട്ടികളോടുള്ള അവിടുത്തെ സ്നേഹകഥകൾ പറയാൻ ഇനിയുമുണ്ട്. ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക് പ്രസംഗിക്കേണ്ടത് കൊണ്ട് സമയക്കുറവ് മൂലം ദുആവസിയത്തോടെ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ഫദൽ തങ്ങൾ, ഹാസിം ആസിം, ആദി LCQBയിൽ നിന്നും ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العظيم. വേദിയിൽ മുഹമ്മദ് മിസ്ഹബ് തങ്ങൾ, സലാഹുദ്ദീൻ അയ്യൂബി, മുഹമ്മദ് ഷമ്മാസ് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു. Hello.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനവും ആദരവും ഉസ്താദ്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ അസ്ലിബ് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹമായ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. കഥ കുരിശിന്റെ പതനം, ഖുദ്സിന്റെ ഗർജനം. അതെ, കുരിശിന്റെ പതനം, ഖുദ്സിന്റെ ഗർജനം. തുടങ്ങിടുന്നിതനാദര സ്തുതിയായി തുടിക്കുക കൽബകം ഹംദിൻ മികവായി പറഞ്ഞിടാം നാം ഖുദ്സിൻ ചരിതം പിരിശത്തിൽ റഹ്മാനേ എന്നും പതക്കുക കൽബകം ഉദിക്കും മോഹങ്ങൾ തീർക്കണ സുബ്ഹാനേ. ഖുദ്സ് ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കൽപ്പിക്കുന്ന ഉല്ലേഖം ചെയ്ത മണ്ണ്. മുസൽമാന്റെ പ്രതാപവും പ്രൗഢിയും ഒളിച്ചു നിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസ്, മുസൽമാന്റെ രോമാഞ്ചവുമായ ആ പുണ്യഗേഹം ആരൊക്കെയോ വികലമാക്കിയിട്ടുണ്ട്. ആരാണെന്നല്ലേ നമുക്ക് പോയി നോക്കാം. കാഞ്ചനപ്പൊന്നായി വിഷും ഖുദ്സിലായി ജ്വലിച്ചിടും കാലമേറെ സാക്ഷിയായി മുഖദ്ദസിൻ ചരിതമായി കേളിപ്പറ്റ മസ്ജിദിൽ പ്രശോഭയേറെ കണ്ടതാ കേളി മുസൽമാന്റെ മണ്ണിലെന്നതും പ്രകാശമാ ഇലാഹിനായ ഉമ്മത്തിന്റെ ജീവനായി മാവിശോധയായി പതിഞ്ഞ കേളിപ്പറ്റ ഗേഹമാ. ഹിജ്റ 493 ഷഹബാൻ 23 പ്രഭാത സൂര്യനൊന്ന് പ്രഭ ചൊരിഞ്ഞതേയില്ല. മനുഷ്യ മക്കളൊഴികെ കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന കറപൂജനങ്ങളൊന്ന് കേട്ടതേയില്ല. ഖുദ്സിന്റെ മിനാരങ്ങളിൽ പാറിപ്പറക്കുന്ന വെള്ളരിപ്രാക്കളെ കണ്ടില്ല. മുസൽമാന്റെ മനസ്സാന്തരം മാറാത്ത മുറിവ് സമ്മാനിച്ചുകൊണ്ട് കുരിശേന്തിയ കാബാലികർ ബൈത്തുൽ മുഖദ്ദസിനകത്ത് ഇരച്ചു കയറി. സുബ്ഹാനല്ലാഹ്, 70,000-ഓളം മുസ്ലിം പണ്ഡിതന്മാരെ വധിച്ചു കളഞ്ഞിരിക്കുന്നു. ഇല്ല, ഇതൊരിക്കലും സഹിക്കാനാവുന്നില്ല. ഖുദ്സ് ഒന്ന് തിരിച്ചു പിടിക്കണം. അതിനാർക്ക് കഴിയും? ആരുടെ കരങ്ങളായിരിക്കും ആ സ്വപ്ന സാക്ഷാത്കാരം? കാലം ആ വീരപുത്രന് വേണ്ടി കാത്തിരിക്കുകയാണ്. പാവനമായി ഖുദ്സിൽ നിന്നും തേങ്ങി കഥയോതി പാവികളായി വൈരികളെത്തി മണ്ണിൽ പടയേന്തി ഒത്തിരി അമ്പിയ കണ്ടൊരു നാട് പതനമാറ്റൊളി ദീനിന്മേട് ഇന്നിത നീരും കനലൊരുപാട്. ഇബ്രാഹിം നബിയുടെ നാട്ടിൽ ടിഗ്രീസ് എന്ന ഗ്രാമം ഹർഷപുളകിതമാണ്. ഏതോ ഒരു വീരപുത്രന്റെ പ്രഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഗ്രാമനിവാസികൾ. അതെ, അത് മറ്റാരുമായിരുന്നില്ല, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രകാശഗോപുരം കടക്കെ ശോഭിൽ നിൽക്കുന്ന ആ വീര യോദ്ധാവ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. മുസൽമാൻ കുരിശരുടെ കൈകളിൽ വീണ് വീഴുന്ന കണ്ടപ്പോൾ ആ മഹാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഖുദ്സ് ഒന്ന് തിരിച്ചു പിടിക്കണം. ആ മഹാന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. ഖുദ്സിന്റെ വിജയവും അകമിൽ കണ്ട് കുതിരത്തുടയവർ പോലെയാണഞ്ഞ് സുരലോക സുവർഗത്തിനമൃതം പൂണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വന്നേ. അതെ, ഒരു രക്തരൂക്ഷ വിപ്ലവത്തിനേറെ നല്ലത് സമാധാനത്തിനൊരു സന്ധിയാണ്. അതിനുവേണ്ടി കുരിശ് സേനയോട് സുൽത്താൻ ക്ഷേണ അപേക്ഷിച്ചു. പക്ഷേ ക്രൂരതയുടെ പരമേറജിനോട്ടും നരപൂജയ്ക്ക് തുല്യലായ ആംബ്രോസിയും അതിന് തയ്യാറായിരുന്നില്ല. അവർ യുദ്ധമുറകളുമായി മുന്നോട്ട് വന്നു. അമ്പവരേകിയ ദീൻ വഴിയേ ധീരനം സലാഹുദ്ദീൻ അവർ കനിയേ ക്രൂരന്മാരകിലവും നിർവൈ കാണിച്ചേ ക്രൂരനം സലാഹുദ്ദീൻ മനിൻ വഴിയേ ഇസ്ലാമിന് ഇസ്സത്തുയരുന്നേ ഈ നാട് മോചിതരാവുന്നേ ഇസ്ലാമിന് ഇസ്സത്തുയരുന്നേ ഈ നാട് മോചിതരാവുന്നേ. അതെ, യുദ്ധം ചെയ്യുക തന്നെ സുൽത്താൻ തീരുമാനിച്ചുറച്ചു. തന്റെ സൈന്യത്തെ സജ്ജമാക്കി തന്റെ കുതിരപ്പുറത്ത് കയറി ജനങ്ങൾക്ക് മുമ്പിൽ നടന്നവരെ ആവേശഭരിതരാക്കി. ആർജിച്ചെടുത്ത ഈ മാനികാവശ്യത്തോടെ സലാഹുദ്ദീന്റെ പിന്നാലെ അവർ അണിനിരന്നു. തൊബിയ തടാകത്തിന് തീരം സംഗമിച്ചു. യുദ്ധകാഹളം മുഴങ്ങി. പ്രപഞ്ചം പ്രകമ്പനം കൊണ്ടു. അന്തരീക്ഷം പൊടിപടലങ്ങളാൽ നിബിഡമായി. ഇരട്ടക്കുയൽ തോക്കുകളിൽ നിന്ന് വെടിയുണ്ടകൾ ചീറിപ്പാനു. പ്രപഞ്ചം പ്രകമ്പനം കൊണ്ടു. തൊബിയ തടാകത്തിന് തീരം ഒരു ദിവസം കൺചുമ്പ് നിശബ്ദമായി. ധീരസുജാഹി റളിയല്ലാഹ് ചടിക്കുരിശിന്